ദൈവതിരുനാമം മഹത്വപ്പെടുമാറാവട്ടെ. ഈ പുതിയ പ്രഭാതത്തിനായി ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ദൈവവചനത്തിൻ്റെ മുമ്പാകെ നമ്മൾ ഇരിക്കാൻ ഒരുങ്ങുന്ന ഈ നിമിഷം, ഈ പുതിയ പ്രഭാതത്തിനായി ദൈവത്തോട് നന്ദി പറയാം. ഈ പുലർക്കാലം പരിശുദ്ധാത്മാവിൻ്റെ കാത്തിരിപ്പിൻ്റെ അവസാന മണിക്കൂറുകളിലേക്ക് നമ്മൾ കാലെടുത്ത് വച്ചിരിക്കുകയാണ്. ഹൃദയ കവാടം തുറന്നു കിട്ടാൻ വേണ്ടി, വചനം സ്വീകരിക്കാൻ വേണ്ടി നമുക്ക് ദാഹിച്ച് പ്രാർത്ഥിക്കുന്ന ഉപവാസ ദിവസമാണല്ലോ ഈ വെള്ളിയാഴ്ച. 2024 മെയ് മാസം 17-ാം തീയതി ഈ വെള്ളിയാഴ്ച കൂടുതൽ അഭിഷേകത്തിൽ ഇനി മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ പുത്തൻ പെന്തക്കോസ്തയുടെ അനുഭവത്തിലേക്ക് പുതിയ ഫലദാന വരദാനങ്ങൾ കൊണ്ട് നമ്മൾ നിറഞ്ഞ് കവിയുവാനായിട്ട്. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് ഇന്ന് നമ്മെ പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങളെല്ലാം നമ്മളിൽ വരാനായിട്ടാണ്. അത് നമ്മൾ റോമ 5:5 പഠിച്ചു. ദൈവത്തിൻ്റെ സ്നേഹം പരിശുദ്ധാത്മാവിലൂടെ നിങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് ഒഴുകുന്നു, വ്യാപരിക്കുന്നു, നിറഞ്ഞു കവിയുന്നു എന്നാണ്. സഹോദര സഹോദരി, ഇതാ പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ എന്തെല്ലാമാണ്? അതിനെക്കുറിച്ച് ഗലാത്യ 5:22 ചേർന്ന് വായിക്കാം. ബൈബിൾ കയ്യിലെടുക്കാം. സന്തോഷത്തോടെ, ആനന്ദത്തോടെ, വലിയ അത്യുത്സാഹത്തോടെ ചേർന്ന് വായിക്കാം. സ്നേഹം, ആനന്ദം, സമാധാനം, ക്ഷമ, ദയ, നന്മ, വിശ്വസ്തത, സൗമ്യത, ആത്മസംയമനം, ഇവയെല്ലാമാണ് ഈ 9 ഫലങ്ങൾ പരിശുദ്ധാത്മാവിൻ്റെ ജീവിതം നമ്മളിലേക്ക് നിറയുവാനായിട്ട്, പരിശുദ്ധാത്മാവിൽ നിന്ന് ഇതെല്ലാം നമുക്ക് പ്രാപിച്ചെടുക്കുവാനായിട്ട്, അങ്ങനെ ഒരു വിദ്വേഷമില്ലാത്ത, കോപമില്ലാത്ത ഒരു ജീവിതം നയിക്കാനായിട്ട്. ജഡത്തിൻ്റെ വ്യാപാരങ്ങൾ നമുക്ക് ഗലാത്യ 5:18 കാണാൻ സാധിക്കും. അവ ജഡീക വ്യാപാരം, വ്യഭിചാരം, അശുദ്ധി, ദുർവൃത്തി, വിഗ്രഹാരാധന, ആഭിചാരം, ശത്രുത, കലഹം, അസൂയ, കോപം, മാത്സര്യം, ഭിന്നത, വിഭാഗീയ ചിന്ത, വിദ്വേഷം, മദ്യപാനം, മധുരോത്സവം, ഇവയും ഈ ദൃശ്യമായ മറ്റ് പ്രവൃത്തികളുമാണ്. എക്സെട്ര. ആത്മാവിൻ്റെ ഫലങ്ങൾ 9 എണ്ണം മാത്രമാണ്. ഫുൾ സ്റ്റോപ്പ് ഇട്ട് പറഞ്ഞു നിർത്തുകയാണ്. എന്നാൽ ജഡത്തിൻ്റെ വ്യാപാരങ്ങൾ ഇവയ്ക്ക് തുല്യമായ മറ്റ് പ്രവൃത്തിയുമാണ്. എക്സെട്ര ഇനിയുമുണ്ട് എന്നാണ് സന്ദേശം. ജഡീക മനുഷ്യനായി ജഡീക സുഖങ്ങളെ താലോലിച്ച് നമ്മൾ ജീവിക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് ആരെയും സ്നേഹിക്കാൻ പറ്റുന്നില്ല, ആരോടും എളിമപ്പെടാൻ പറ്റുന്നില്ല, ക്ഷമിക്കാൻ പറ്റുന്നില്ല, നമുക്ക് സമാധാനമില്ല, സ്വസ്ഥതയില്ല, ഹൃദയത്തിൽ ഒരു ആനന്ദം ഉണ്ടാകുന്നില്ല. എന്ത് കണ്ടാലും അതിനോടൊക്കെ ഒരു വിരക്തി, വെറുപ്പ്, എല്ലാത്തിനെയും നമ്മൾ കുറ്റം വിധിക്കുന്ന സ്വഭാവങ്ങൾ. അതുകൊണ്ട് പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ നമ്മളിലേക്ക് ഒഴുകിയിറങ്ങാൻ, പരിശുദ്ധാത്മാവിനെതിരെ ചെയ്ത പാപം മുഖാന്തരം നമ്മുടെ ദാവീദ് രാജാവ് മുട്ടുകുത്തി കൈവിരിച്ചു പിടിച്ച് പ്രാർത്ഥിച്ചതുപോലെ, വിലപിച്ച് പ്രാർത്ഥിച്ചതുപോലെ, അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ എടുക്കരുതേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചതുപോലെ, ഈ പ്രഭാതത്തിൽ ഈ 2024 ഈ പെന്തക്കോസ്ത ഒരു അനുഭവമായി തീരുവാനായിട്ട് ഈ വെള്ളിയാഴ്ച ദിവസം പ്രിയ സഹോദര സഹോദരി, വചനം കേൾക്കുന്ന ഓരോ മക്കളും പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ നമ്മളിലേക്ക് ശക്തമായി വ്യാപരിക്കുവാനായിട്ട്, ഇതാ ചെയ്തു പോയ പാപങ്ങളോട് വിട പറഞ്ഞ് വ്യവസ്ഥ കൂടാതെ പരിശുദ്ധാത്മാവിൻ്റെ കാൽക്കൽ കെട്ടിപ്പിടിച്ച് മാപ്പപേക്ഷിച്ചുകൊണ്ട് ദാവീദ് അനുദപിച്ച് വിളിച്ചു പറഞ്ഞതുപോലെ നമുക്ക് പാപബോധത്തിനും പശ്ചാത്താപത്തിനും വേണ്ടി പ്രാർത്ഥിക്കാം. ഫലദാന വരദാനങ്ങൾ കൊണ്ട് നിറയെ പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് ഇന്ന് ഈ പ്രഭാതത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ കിട്ടാനായിട്ട് നമുക്ക് സ്നേഹം, ആനന്ദം, സമാധാനം, ക്ഷമ, ദയ, നന്മ, വിശ്വസ്തത, സൗമ്യത, ആത്മസംയമനം, ഇവ കിട്ടുവാൻ വേണ്ടി ദാഹിച്ച് പ്രാർത്ഥിക്കാം. ഈ വചനം ശ്രവിക്കുന്ന ഓരോ മകനും മകൾക്കും അവരുടെ ജീവിതം ധന്യമായി തീരാൻ, പുത്തൻ അഭിഷേകം, ഈ കാലഘട്ടത്തിൻ്റെ പുതിയ കൃപ ലഭിക്കുവാനായിട്ട് ഓരോ മകനും മകൾക്കും ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിച്ച് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥനാപൂർവം ജയ്മോനച്ചൻ.